ചിന്ന ചിന്ന ആശ ചിന്ന ആശയല്ല, വലിയ ആശ, പെരിയ ആശ ഉണ്ടാവും ഈ ഒരു പടം കണ്ടാൽ. എന്തിനോട് വെച്ചാൽ വാരണാസിയോട്. വാരണാസി മറ്റു പല പടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വാരണാസി ഒരു അത്ഭുതമായിട്ട് തോന്നുന്ന ഈ പടത്തിലായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഒരു പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നായകനെയും നായികയും കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലായാലും മമ്മൂട്ടി ആയാൽ പോലും ചിലപ്പോൾ ബോറടിച്ചൊന്നും വരും. പക്ഷേ ഇന്ദ്രൻസേട്ടനെയും മധുബാലനെയും കാണാൻ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കഥയൊന്നുമില്ല, സ്പോയിലറാണ് പറയുന്നില്ല, സ്പോയിലറാവാനൊന്നുമില്ല. ചെറിയ കഥ, വളരെ ചെറിയ കഥ. ഈ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത വർഷ വാസുദേവിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. എന്തായാലും അവർക്ക് അഭിമാനിക്കാം, നല്ലൊരു സിനിമ എടുത്തു എന്നുള്ള രീതിയിൽ. വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല. സമയമുള്ളവരൊക്കെ പോയി കാണുക, നല്ല പടം. നമ്മൾ ഫോറമോളിൽ നിന്നാണ് ഇത് ഈ സിനിമ കണ്ടത്. ഫോറമോളിൽ ബാലൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിദംബരത്തിൻ്റെ ജാനമനും മഞ്ഞുമൽ ബോയ്സിനും ശേഷം എനിക്ക് കാണാൻ ആഗ്രഹമുള്ള പടം ബാലൻ തന്നെയായിരുന്നു ഫസ്റ്റ്. പക്ഷേ ഇതും എനിക്ക് എൻ്റെ ഇന്ദ്രൻസേട്ടൻ്റെ പടവും എനിക്ക് എൻ്റെ ഫസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു. കാരണം ഒരു കാര്യം പറയാൻ പറഞ്ഞു, ടൊവിനോ വന്നിട്ടുണ്ടായിരുന്നു. ടൊവിനോ, അപർണ ബാലമുരളി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ബാലനാണ്. ഗണപതി വന്നിട്ടായിരുന്നു. അപ്പോൾ അത് ഒരു സൈഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ.